കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുകൂടെ വീട്ടിലോട്ട് പോവാം. ഇവന് വലിച്ചു കയറ്റുന്ന എൻ്റെ ഗ്ലൗ ആണ്. അവൻ്റെ ഗ്ലൗ ഒക്കെ അവൻ എവിടെ കൊണ്ട് കളഞ്ഞു. കോതമംഗലത്ത് നമ്മൾ വണ്ടി എടുത്ത് ഇനി നമ്മുടെ ലക്ഷ്യം നേരെ എത്രയും പെട്ടെന്ന് വയനാട്ടിൽ എത്തുക എന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം ഈ വണ്ടിയിലിരുന്ന് പോക്ക് അത്ര നല്ല സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കുറേ നേരം വണ്ടി ഓടിച്ച് ഞങ്ങൾ മഞ്ചേരി എത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് വേണം പോകാൻ. അവിടെ കണ്ടൊരു കടയിൽ നിന്ന് നെയ്ച്ചോറ് മേടിച്ച് കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അധികം നേരം ഇരുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. എൻ്റെ ഫോണിലെ ചാർജ് ഫുള്ളായിട്ട് കഴിഞ്ഞുകൊണ്ടാണ് വീട്ടിലെത്തിയൊന്നും വീഡിയോ എടുക്കാത്തത്. ഞാൻ കോളേജിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും അനിയൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ വണ്ടി ആദ്യം തന്നെ കൊണ്ട് എയർ അടിക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റോക്ക് അണ്ടർവെല്ലിൽ സെറ്റ് ചെയ്യണം. ഇതിനകത്ത് ആദ്യം ഇരുന്നത് കസ്റ്റമായിട്ട് വെക്കുന്ന 1.0 അണ്ടർവെല്ലിയാണ്. ആ അണ്ടർവെല്ലി നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പേജുമായിട്ട് DM ചെയ്തത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഫുള്ള് പൊടി പിടിച്ചിരിക്കുക. ഇനി ഇതിനൊന്ന് കഴുകണം. കുറച്ച് നേരം ടൈം എടുത്തെങ്കിലും വണ്ടി എങ്ങനെ കഴുകി. ഇനി എനിക്ക് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ സാൻഡർ മെഷീൻ മേത്ത് വീണിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുക. അപ്പം ചേട്ടായി പോയി കാണണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. കുറേ നാൾ വിട്ടിട്ട് എന്നെ കാണുന്നുണ്ട്. പൂപ്പിക്ക് പതിവില്ലാത്ത ഭയങ്കരമായ സ്നേഹം. അങ്ങനെയല്ല, എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ കയ്യും കാലൊക്കെ മുറിഞ്ഞു എന്ന്, ഇതാണത്. എങ്ങനെയോ കയ്യിൽ നിന്ന് സാൻഡർ തെന്നിപ്പോയതാണ്. ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് വേറൊരു ചേട്ടായിനെ കാണാറുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ. പുള്ളി ഭയങ്കര ഫോൺ കോളിലാണ്. ലോകത്തില്ലാത്ത തിരക്കുള്ള മനുഷ്യനാണ്. അവിടുന്ന് ഓരോ ജ്യൂസും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.